ഹായ് ഹലോ വെൽക്കം ടു കല്യാണം വ്ളോഗ്. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ദാവണിയാണ്. അനിക്കുട്ടയുടെ കുറച്ച് ബാക്കിലേക്ക് നിന്നല്ലേ ഞാൻ കാണുന്നു. ഇതാണ് രണ്ടാളുടെയും ഔട്ട്ഫിറ്റ്. ഒരു കുഞ്ഞി ഫ്രോക്ക് അല്ലേ? അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് ഡ്രസ്സ് ഇതിന്റെ ഒരു ഏട്ടന്റെ വീടാണ് കേട്ടോ. അപ്പൊ അമ്മയുടെ വീട്ടിൽ അവിടെ സ്ഥലം കുറവ്, എല്ലാവരും കൂടി വന്നതല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് രാത്രിയൊക്കെ കിടന്നത്. കുറച്ചുപേരൊക്കെ ഇവിടെയാണ്. ഞങ്ങള് 4 പേര്, പിന്നെ അമ്മ. ഞങ്ങൾ റെഡിയായി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആരുടെ കല്യാണ? ഉണ്ണിമാമ ആരാണ് പറഞ്ഞു കൊടുക്ക? അമ്മുമ്മയുടെ ചേച്ചിയുടെ മോനാണ് ഉണ്ണിമാമ അല്ലേ? നമ്മുടെ കസിൻ അല്ലേ? ഇത് തെക്കില്ലത്തെ കാരണവരാണ് കേട്ടോ. ഞങ്ങളൊക്കെ കുഞ്ചുമാമയാണ്. ആരുമില്ല, ആരും എത്തിയിട്ടില്ല. എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. ഒരാള് റെഡി ആയിരിക്കുന്നു. ഇതാ ഒരാള് റെഡി ആയിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈലാണ് പ്രാന്തത്തിന്റെ പോലെ. ഇപ്പൊ വരും. അവിടെ ഉണ്ട് രാകേഷന്റെ കൂടെ. കേറിക്കോ കുഞ്ഞു. ബൊമ്മ കുട്ടികൾ സൈഡിക്ക് വെക്കട്ടെ. ഞങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു ലാസ്റ്റ് മിനുക്ക് പണിയാണ് കേട്ടോ. മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെയാണ് മുല്ലപ്പൂവൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മക്കളെയൊക്കെ റെഡിയാക്കി അതിന് ശേഷം ഞാനും കൂടെ മുല്ലപ്പൂവൊക്കെ വെച്ച് റെഡിയാവാനുള്ള പരിപാടിയിലാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. കാരണം ഞങ്ങൾ എത്താനേ ഒരുപാട് ലേറ്റായി ഇന്നലെ രാത്രി. അത് കഴിഞ്ഞ് ദക്ഷിണ ഉണ്ടായിരുന്നല്ലോ. ദക്ഷിണ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, കല്യാണത്തലേന്ന് എന്ന് പറഞ്ഞിട്ട്. ആ വ്ളോഗ് കാണാത്തവർ പോയി കാണണം കേട്ടോ. ഹെയർ ബാൻഡ് അങ്ങനെ നിൽക്കുക കേട്ടോ. നേരത്തെ തന്നെയാണ് കേട്ടോ. ഓക്കെ, സുന്ദരല്ലേ? ഈ അമ്മ വെക്കട്ടെ കേട്ടോ. കുട്ടിക്ക് മുത്തണ്ടേ. അപ്പൊ ആളുകളെ അവിടെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് കല്യാണ ചെക്കൻ്റെ പെങ്ങൾ നിഷ, എൻ്റെ കസിനാണ് കേട്ടോ. അവള് പെങ്ങളായതുകൊണ്ട് അവൾക്ക് സ്പെഷ്യൽ അറ്റൻഷനാണ്. ചെക്കൻ ആ റൂമില്ല. ഇങ്ങോട്ട് നോക്ക്. ഇത് റിലേറ്റീവ്സിനൊക്കെ ഉള്ള മുല്ലപ്പൂവൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അവരൊക്കെ വരുമ്പോഴേക്കും ഓൾറെഡി ടൈം ആയല്ലോ. ഇതാണ് വല്യമ്മയുടെ ഋതു. ഇവിടെ ഒരു സുന്ദരി റെഡി ആവുകയാണേ. അല്ല അനിക്കുട്ട, ധോനിക്കുട്ട. അമ്മയ്ക്ക് അനിക്കുട്ട വരുന്നു. ഹലോ. ഇടോട് കുഞ്ഞിവള ഇടും ഇപ്പോൾ. അല്ല ധോനി. സ്മൈൽ. ഹലോ. ഇത് കണ്ടോ? ഋതു ഒരു പോലുണ്ട് അല്ലേ? അരയിലേ ഒരു വലിയൊരു ബെൽറ്റ് കെട്ടി. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കഥ പറച്ചിൽ എൻ്റെ അനിയത്തിയുടെ വകയാണ് കേട്ടോ. അവള് കുഞ്ഞിനെ കഴിപ്പിക്കുകയാണ്. മോള് നേരെ
ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ചെറിയൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റതിൻ്റെയൊക്കെ. അപ്പോൾ അതെങ്ങനെയും കുറച്ച് ഫുഡ് കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ ഋതു എനിക്ക് വേണ്ടി എടുത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ. മണവാളൻ ആൻഡ് ഫാമിലി. ഓക്കെ ക്യാമറ നോക്കാം, തിരിച്ചു വെക്കാം. ഓക്കെ സ്മൈൽ. മോളെ കാല് നേരം പോലെ വെച്ചേ. ഓക്കെ ഗുഡ്. ഇതവിടെ നോക്കാം. നല്ല സ്മൈൽ. ചേച്ചി മോളെ ഒന്നും കൂടി ഇങ്ങോട്ട് സൈഡിലേക്ക് നിർത്തും. സൈഡിലേക്ക്. ആ ഓക്കെ കേട്ടോ. ഇതവിടെ. ഓക്കെ സ്മൈൽ. ക്യാമറയിൽ നോക്കാം. ഓക്കെ ലൈറ്റ് ഇടട്ടെ. വേണമെന്നുണ്ടോ? 550 രൂപ എടുത്ത് മേടിച്ചായിരുന്നു. ഈ കാറൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ വെറുതെ കാണിക്കാണ്. ഈ കൈയോണ്ട് ഇപ്പുറത്ത്. ആ കുറച്ച് ഒന്നുകൂടെ അടുത്തേക്കില്ല. ജസ്റ്റ് നോക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാം. ആ അവര് ബേബി ചേച്ചി ആതിരെ അനുവിൻ്റെയൊക്കെ നാട്ടിലെ ഫസ്റ്റ് കല്യാണം കൂടലാണ് കേട്ടോ ഇത്. ഇതിലിപ്പോ ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഇരുന്നു നമ്മള് മാത്രമേ ഫസ്റ്റില്ല, കുട്ടികള് സെക്കൻഡിലോ അങ്ങനെയൊക്കെ ഇരുന്നാ മതി. ഫസ്റ്റ് റിസ്കാ അതങ്ങനെ. ലാസ്റ്റ് ഞങ്ങൾ വന്ന നാട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 ഇയേഴ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാണെങ്കിൽ കൊറോണ ടൈമിലായിരുന്നു ആ കല്യാണം. അനു അന്ന് കുഞ്ഞായിരുന്നു കേട്ടോ, അവൾക്കതൊന്നും ഓർമ്മ പോലും ഇല്ല. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, ആകെ 50 ആളോ അങ്ങനെയൊക്കെ എല്ലാ സമയത്ത് നടത്താൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു കല്യാണം ഭയങ്കര ഒരു രസമായി, അങ്ങനൊരു വൈബായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് അല്ലേ ഇവർക്ക്, ട്രാവലറിൽ പോവാം. പിന്നെ ഓൾറെഡി ആൾക്കാരും കുറവായിരുന്നു. ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഒരു 3 പ്രാവശ്യം മാറിയിടാൻ നമ്മുടെ മുഖം അത്ര കുഞ്ഞാണ്.
ആ ആൾക്കാരൊക്കെ ബാക്കിൽ നിൽക്കട്ടോ. എല്ലാവർക്കും അവിടെ നിന്നോളൂ. ആൾക്കാരുടെ സൗകര്യം നിന്നോ. നാലുകെട്ടിൽ ചടങ്ങാണ്. നാലിൽ നിൽക്കാണ്ട് നിന്നോളൂ. ജിഷയൊക്കെ വന്നില്ല, എത്തിണ്ടാവില്ല. എന്നാലും ഫോട്ടോ ഇതാ ഈ ഫോട്ടോ നമുക്കുള്ള മധുവിന്റെ കൈ പിടിച്ച് കൊടുക്കുക. നമ്മൾ സാധനം അവരുടെ കൈ അച്ഛനും നോക്കിയേ. ഇനി കൈ നോക്കിയേ. ഇനി കൈ നോക്ക്. നോക്ക്. വരുന്നു ചോദ്യമേ, ഒരു മിനിറ്റ്. ഏടോ വഴിയില് പെട്ടുപോയി.
നല്ല താലികെട്ട് കണ്ടില്ലല്ലോ. അച്ഛനും ഇവിടെ കിട്ടിയില്ല, അച്ഛൻ വന്നു പിടിക്കുന്നത്. ഇതൊക്കെ എന്റെ കൊച്ചുണ്ടാ പ്രീസ്. ഇത് അവനിക്ക് നോക്കൂ, അവനിക്ക് നോക്കൂ, അവനിക്ക്. മക്കളെ നാട്ടിലെ കല്യാണം വൈബൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ട്രാവലറിൽ കയറിയ ഞങ്ങൾക്ക് താലികെട്ട് മിസ്സായി ഗൈസ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് എൻ്റെ അവസ്ഥ. ലാവണ്യെ ഞാൻ പിടിച്ചു വലിച്ച് നിർത്തുന്നതാണ് കേട്ടോ. അവൾ വീഡിയോയിൽ നിൽക്കില്ലേ, ഇവൾക്ക് എന്താണെന്നറിയില്ല, വീഡിയോ അലർജിയാണ്. ഫോട്ടോ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഞങ്ങളെല്ലാവരും കല്യാണ ചെക്കനും പെണ്ണിനും വേണ്ടി ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവരിതാ എത്തി. പക്ഷെ എനിക്ക് താലികെട്ട് മിസ്സായതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇല്ലാത്ത ലീവ് എടുത്ത് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പെട്ടെന്ന് വന്നു പോയതാണ്. ഞങ്ങൾ ആകെ 2-3 ദിവസത്തേക്ക് ആയിട്ട് അങ്ങനെ വന്നു പോയതാണ്. പെട്ടെന്ന് വന്ന് ഡ്രൈവ് ചെയ്ത് രതീഷേണ്ണൊക്കെ ആകെ ക്ഷീണിച്ചു പോയി. അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന അവസാനം കാണേണ്ട പ്രധാന ചടങ്ങ് താലികെട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഓർത്തു അത് കുഴപ്പമില്ല, സാരില്ല, വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും, ഇപ്പം അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു ദിവസമല്ലേ, അന്ന് നമ്മൾ വെറുതെ സങ്കടപ്പെട്ടത് മോശമാക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് എന്തായാലും കല്യാണം കൂടാൻ പറ്റിയല്ലോ. ഞാൻ ലീവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കല്യാണത്തിന് വരാൻ പറ്റില്ല, അതിൻ്റെ ഭാഗ്യം. എവിടെ ശിവളിന്റെ അടുത്തളിയാണ് അവിടെ. ഒന്നുകൂടെ നോക്കാട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. അവനാ സ്റ്റെപ്പിന്റെ മുകളിൽ കയറ്റി എത്തണം. സ്റ്റെപ്പിന്റെ മുകളിൽ കയറ്റി എത്താൻ മോനടുത്തുന്നേ ചേട്ടാ ഒന്ന് വൈഡാവോ? നോക്കട്ടെ. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞാ മതി, അങ്ങനെ കിട്ടില്ല. ഒരു ഷെയ്ക്കാൻ കൊടുത്താൽ നേരെ ഷെയ്ക്കാൻ കൊടുത്തോളൂ. ഇവിടെ നോക്കണ്ടാവും. ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. ഓക്കെ, കഴിഞ്ഞല്ലേ? നേരെ അങ്ങോട്ട്.
ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നു. അതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വിളിച്ചു. കിട്ടി ഗ്ലാസ് കിട്ടി.
സൈലന്റ് നല്ല ഇല, ഇതാ നല്ല ഇല കേട്ടോ, നല്ല തൂശനില, നല്ല ഇളം കളർ കണ്ടോ. നോക്കട്ടെ, ഇയാൾ കുറച്ചുകൂടെ കണ്ടിക്ക്. ഓക്കെ അവിടെ നോക്കാം. ഒന്നുകൂടെ അടുത്തേക്ക് ചേട്ടാ കുറച്ചുകൂടി നീങ്ങുന്നു ചേച്ചി കയറി കൂട്ടോ കാണട്ടെ. ഓക്കെ ഇവിടെ നോക്കാം, എല്ലാ ക്യാമറയ്ക്ക് നോക്കാം കേട്ടോ. ഓക്കെ നിങ്ങൾ കുറച്ച് ഇറങ്ങി ഓക്കെ അല്ല ആയിട്ടില്ല അത് ഒഴിഞ്ഞു അതൊരു കുറച്ച് മുന്നിൽ കയറുന്നേ. അമ്മ ഒരു കുറി തൊട്ടോളൂ കേട്ടോ. ഒരു കുറി ഇടുന്നാൽ കുറി ഇടും. അമ്മ കറക്റ്റ് ആയിട്ട് മെല്ലെ മതി, മെല്ലെ ചെയ്താൽ മതി. അല്ല അത് ഉണ്ണിയല്ലേ, കുഴപ്പമില്ല. അല്ല ഉണ്ണി ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെ എല്ലാരും ക്യാമറയിൽ കിട്ടിയില്ലേ, അത് മതി. എല്ലാരും കൂടി ഒരുമിച്ചിട്ടോളൂ കേട്ടോ. അല്ലേ കഴിഞ്ഞില്ലേ? ഓക്കെ നമുക്ക് അവിടെ നിന്ന് പറയട്ടെ, വെയിറ്റ് ചെയ്യണേ. തൊട്ട് വെച്ച് വാങ്ങണേ. അവിടെ നോക്കിയേ, അവിടെ നോക്കിയേ. വെയിറ്റ് ചെയ്യണേ, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഒന്ന് പ്രിയ തൊഴുതു തന്നെ ആദ്യം. തൊട്ട് വെച്ച് വാങ്ങിക്കോട്ടെ. അവിടെ കാണിച്ചേ. ഓക്കെ ഓക്കെ അവിടെ നിൽക്കാം കേട്ടോ. ചവിട്ടി മാറ്റി അവിടെ നിൽക്കാം പറയുമ്പോ കേട്ടോ. ഓക്കെ വെയിറ്റ് ചെയ്യണം.
പറയുമ്പോ രണ്ടുപേരും വലിച്ചാല് ഒരുമിച്ച് വെച്ചിട്ട് അവരടി രണ്ടുപേരും ഒപ്പം എന്തായാലും ചെയ്യും. അവിടെ നിൽക്കട്ടോ തോന്നുന്നു കണ്ണടത്ത് തോന്നുന്നു എന്നിട്ടൊന്ന് അവിടെ തൊട്ടുകാലേക്ക് അവിടെ തൊട്ടുകാരെ അപ്പൊ കുറച്ച് ഇങ്ങോട്ട് ഒന്ന് കാണാം മുഖം കാണാൻ കൊടുത്തേ ചേച്ചി ഒന്ന് സൈഡിൽ കേട്ടോ ചേച്ചി ആ സൈഡിൽ നോക്കുന്നേ ചെറിയ ആൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാനേ കൊടുക്കണ്ട കൊടുത്തേ കുറച്ചും അവിടെ ഒന്ന് കൊടുക്കാം അതെ അല്ല ഒന്നാ മതി കുറച്ചിങ്ങനെ നീങ്ങി ചെറുതായിട്ട് അല്ല ചേച്ചി കുറച്ചുണ്ട് ചേച്ചി അങ്ങനെ ഇട്ടോളൂ ഇട്ടോളൂ എല്ലാം മൂന്നാളും നിന്നോക്കെ അത് കറക്റ്റാണ് ചേച്ചി ഒറ്റ വിളിച്ചിട്ടോ ചിരിച്ചിട്ട് ചേച്ചിയുടെ മുഖത്തേക്ക് ആ ചിരിക്കി ചിരിക്കി ചിരിക്കൂ നോക്കണ്ട ഇവിടെ നോക്കണ്ട ഒന്നുകൂടി വിളിക്കുന്നു അമ്മ വിളിക്കുന്നു അതിൽ ചവിട്ടുണ്ടാക്കി ഇതല്ലമ്മ പറയാട്ടോ ഓക്കെ കൊടുത്തോളൂ കൊടുത്തോളൂ ഒരു മിനിറ്റ്. ഓക്കെ അടുത്തത് ഒരു ആ കൊടുത്തു
ഒന്ന് ഹക്കിയത് ഒന്ന് ഹക്കിയത് ഓക്കെ